ഗുഡ് മോർണിംഗ് ഓൾ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്, അതായത് വിൽ ഹാവിന്റെ യൂസേജ്. ആദ്യം നമുക്ക് വിൽ ഹാവ് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമ്മൾ വിൽ ഹാവിന്റെ കൂടെ എപ്പോഴും V3 ഫോം, അതായത് ഈറ്റ്, ഏറ്റ്, ഈറ്റൺ, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, സ്റ്റാർട്ട്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടഡ്, അങ്ങനെ 3 ഫോമിന്റെ വേർബിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ഫോം റീച്ച്ഡ്, സ്റ്റാർട്ടഡ്, കംപ്ലീറ്റഡ്, ഈറ്റൺ, അങ്ങനെയുള്ള മൂന്നാമത്തെ ഫോം മാത്രമേ വിൽ ഹാവിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വിൽ ഹാസ് എന്ന് പറഞ്ഞൊരു യൂസേജ് ഇല്ല. ഏത് സബ്ജക്റ്റ്, വെദർ ഇറ്റ് ഈസ് ഷീ അല്ലെങ്കിൽ ഹി, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന്റെ കൂടെ വിൽ ഹാവ് മാത്രമേ വരികയുള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഒരു സമയം ആവുമ്പോഴേക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാവും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുവാനാണ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഷീ വിൽ ഹാവ് റീച്ച്ഡ്. ഓർമ്മിക്കുക, റീച്ച് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, റീച്ച്ഡ് ആണ്. അപ്പൊ റീച്ച്ഡ് എന്ന് പറയുമ്പോൾ V3 ഫോമാണ്, അവൾ എത്തിയിട്ടുണ്ടാവും. The monsoon will have started. മൺസൂൺ തുടങ്ങിയിട്ടുണ്ടാവും. She will have completed the work. അവൾ ജോലി ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സാധാരണയായി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് അഡ്ജക്റ്റീവ് ആണ്. ഉദാഹരണത്തിന് ബിഫോർ ഐ റീച്ച് റെയിൽവേ സ്റ്റേഷൻ, ബൈ ദ ടൈം, ബൈ, വെൻ, ആഫ്റ്റർ, ബൈ ഡേറ്റ്, ഇയർ, അതായത് ബൈ 16th October, by, until, by the end of, till, by the year 2022. ഇവ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സെന്റൻസ് പറയാം, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് ബൈ ദ എൻഡ് ഓഫ് മെയ് അവസാനത്തോടു കൂടി ദ മൺസൂൺ വിൽ ഹാവ് സ്റ്റാർട്ടഡ് ഇൻ കേരള. അപ്പോൾ മെയ് അവസാനത്തോടു കൂടി കേരളത്തിൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടാവും. മെയ് അവസാനത്തോടു കൂടി എന്ന് എങ്ങനെയാ പറയാം? ബൈ ദ എൻഡ് ഓഫ് മെയ് എന്നാണ്, മെയ് അവസാനത്തോട് കൂടി എന്നുള്ള ഇതിൽ പറയാം. അപ്പൊ അതോടുകൂടി കേരളത്തിൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാൻ ദ മൺസൂൺ ആണ് സബ്ജക്റ്റ്. വിൽ ഹാവ് അവിടെ ഉപയോഗിച്ചു, V3 ഫോം, സ്റ്റാർട്ടഡ് ഇൻ കേരള. ഇനി അത് ജൂൺ ആണെങ്കിലും ബൈ ദ എൻഡ് ഓഫ് ജൂൺ എന്ന് പറയാം. ഇനി നമ്മുടെ സെപ്റ്റംബർ ആദ്യത്തോടു കൂടി അവര് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് സെപ്റ്റംബർ ആദ്യത്തോടു കൂടി എന്ന് പറയാം? ബൈ ദ ബിഗിനിങ് ഓഫ് സെപ്റ്റംബർ ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. അപ്പോൾ നോക്കൂ, ദേ സബ്ജക്റ്റ്, വിൽ ഹാവ്, ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ്, വിൽ ഹാവ് പ്ലസ് V3 ഫോം, ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. അപ്പൊ ഇത് ബൈ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പറയുന്നത്. ഇനി വെൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്? വെൻ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും എന്താണ്? ട്രെയിൻ പോയിട്ടുണ്ടാവും എന്നെങ്ങനെ പറയാം? വെൻ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. അത് പോയിട്ടുണ്ടാവും, നമ്മൾ ലേറ്റ് ആയി ഓൾറെഡി എന്ന് പറയാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പിന്നെ ഈ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ട്രെയിൻ വിൽ ഹാവ് പ്ലസ് V3 ഫോം. ഇനി അതുപോലെ തന്നെ സമയം നോക്കൂ, ദ മാച്ച് വിൽ ഹാവ് സ്റ്റാർട്ടഡ്. ലുക്ക് അറ്റ് ദ ടൈം, ദ മാച്ച് വിൽ ഹാവ് സ്റ്റാർട്ടഡ്. സമയം നോക്കൂ, കളി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാൻ. അതുപോലെ തന്നെ ഇറ്റ്സ് 4 o'clock, 4 മണിയായി, അവൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നെങ്ങനെയാ പറയാം? ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് വർക്ക് ബൈ നൗ. ബൈ നൗ, ഇപ്പോഴത്തേക്ക്, 4 മണി ആവുമ്പോഴേക്ക്. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് വർക്ക് ബൈ നൗ. ഇനി ഈ മാസം അവസാനത്തോടു കൂടി അവരുടെ കോഴ്സ് അല്ലെങ്കിൽ അവർ ഈ വീട്ടിൽ താമസിക്കുന്ന 1 കൊല്ലം, അതായത് കഴിഞ്ഞ മെയ്യിലാണ് അവർ താമസിക്കാൻ തുടങ്ങിയത്, ഈ മെയ് ആവാനായി. ഈ മെയ് ആവുമ്പോഴേക്കും 1 വർഷമായിട്ട് അവരിവിടെ താമസിക്കുകയായിരിക്കും എന്ന് പറയാൻ ഇവിടെ ഞാൻ പാസീവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ പാസീവ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, പക്ഷെ ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് മന്ത് ദേ വിൽ ഹാവ് ബീൻ ഇൻ ദർ ഹൗസ് ഫോർ 1 year. ഇവിടെ താമസിച്ചിട്ടുണ്ടാവും, അവരിവിടെ നിൽക്കുകയായിരിക്കും എന്ന് പറയാൻ ദേ വിൽ ഹാവ് ബീൻ ആണ്. ആ വിൽ ഹാവ് ബീന്റെ യൂസേജ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതുപോലെ അടുത്ത മാസത്തോടു കൂടി ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ 6 വർഷമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാൻ നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് വർക്ക്ഡ് ഫോർ ദ കമ്പനി ഫോർ 6 years. അടുത്ത മാസത്തോടു കൂടി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ആയിട്ടുണ്ടാവും എന്ന് പറയാനാണ് നമ്മൾ ഈ V3 ഫോം
പ്ലസ് വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് വർക്ക്ഡ് ഫോർ ദ കമ്പനി ഫോർ 6 years. അതുപോലെ തന്നെ 6 മണിയാവുമ്പോഴേക്ക് അവർ അവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് പറയണം. എങ്ങനെയാണ് നമ്മൾ പറയാം? അതായത് ഐ തിങ്ക് ദേ വിൽ ഹാവ് ഗോട്ട് ദർ ബൈ 6 o'clock. 6 മണിയാവുമ്പോഴേക്ക് അവരവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ദേ വിൽ ഹാവ് ഗോട്ട്. നമുക്ക് കുറച്ച് സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തു നോക്കാം. സിനിമ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അതായത് നമ്മൾ എങ്ങനെ പറയും? വി വിൽ ഹാവ് ഫിനിഷ്ഡ് അവർ സ്റ്റഡി ബിഫോർ ഫിലിം ബിഗിൻസ്. ഇനി ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്തുമ്പോഴും മുമ്പത്തെ കാര്യം ആയതുകൊണ്ട് നമ്മൾ എന്താ പറയാ? ബിഫോർ ആണ്. അപ്പോൾ ബിഫോർ വി റീച്ച്ഡ് ദ എയർപോർട്ട്, ഇവിടെ ക്യാപിറ്റലാണ്. ബിഫോർ വി റീച്ച്ഡ് ദ എയർപോർട്ട് the train will have landed. Sorry, the plane will have landed. The plane will have landed. ഞങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും. അടുത്ത ഒക്ടോബറോട് കൂടി ഞങ്ങൾ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. എങ്ങനെ പറയാം? ബൈ ദി നെക്സ്റ്റ് ഒക്ടോബർ. എന്താണ് പറയാ? ബൈ ദി നെക്സ്റ്റ് ഒക്ടോബർ വി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. വി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദി പ്രൊജക്റ്റ്. ഇനി ഇതിന്റെ നെഗറ്റീവ് സെൻസും ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് വെച്ചാൽ അവൻ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് നെഗറ്റീവ് ചേർക്കുമ്പോൾ വില്ല് കഴിഞ്ഞ ഉടനെ നോട്ട്. ആക്ച്വലി അത് വോണ്ട് ആണ്. ഹി വിൽ നോട്ട്. ഹി വോണ്ട് ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. അവൻ ഹി വോണ്ട് ഹാവ് റീച്ച് ദ എയർപോർട്ട്. ദ പ്ലെയിൻ വോണ്ട് ഹാവ് ലാൻഡഡ്. ദ വർക്ക് വോണ്ട് ഹാവ് ഫിനിഷ്ഡ്. അങ്ങനെ പറയാം. അപ്പോൾ വില്ല് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് ആ സെന്റൻസിന് നെഗറ്റീവ് സെൻസ്. അവൻ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, ട്രെയിൻ പോയിട്ടുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ വരും. ഇനി ഇത് ക്വസ്റ്റ്യൻ. അപ്പൊ ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്കില് ആ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ ഹി വില്ല് തിരിച്ചിട്ടിട്ട് വിൽ ഹി ആക്കി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആവും. വിൽ ഹി ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്, വിൽ ദ പ്ലെയിൻ ഹാവ് ലാൻഡഡ്, വിൽ ഹി ഫിനിഷ്ഡ് ഹർ സ്റ്റഡി. ഇങ്ങനെയാണ് വരിക. സോറി, വിൽ ഹി ഫിനിഷ്ഡ് ഹിസ് സ്റ്റഡി. അപ്പൊ ഇങ്ങനെയാണ് വരിക. അതായത് വിൽ പ്ലസ് സബ്ജക്റ്റ്. നമ്മൾ ഹി വിൽ എന്നുള്ളത് തിരിച്ചിട്ട് വിൽ ഹി, ഷീ വിൽ ആണെങ്കിൽ വിൽ ഷീ, അങ്ങനെ തിരിച്ചിടുക എന്നുള്ളതൊന്ന് ഓർമ്മിക്കുക. ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വില്ലിലാണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഓക്സിലറി വെർബായ വില്ലിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ കൂടെ നോട്ട് ചേർക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവൾ അവളുടെ ലക്ഷ്യം നേടിയിട്ടുണ്ടാവില്ല. എങ്ങനെ പറയാം? ഷീ വിൽ നോട്ട് ഹാവ് അച്ചീവ്ഡ് ഹർ ഗോൾ. അപ്പൊ നമ്മൾ വില്ല് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ നോട്ട് ചേർത്താൽ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. ഷീ വിൽ നോട്ട് ഹാവ് അച്ചീവ്ഡ് ഹർ ഗോൾ. അവള് അടുത്ത മാസത്തോടു കൂടിയോ മറ്റോ അവളുടെ ലക്ഷ്യം നേടിയിട്ടുണ്ടാവില്ല. അടുത്ത ആഴ്ചയോടുകൂടി അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബൈ നെക്സ്റ്റ് വീക്ക് he will not have completed his assignment. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. I will not have reached home before it is dark. 12 മണിയോട് കൂടി അവൾ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. ഷീ വിൽ നോട്ട് ഹാവ് ക്ലീൻ ദ റൂം by 12. 12 PM എന്ന് വേണമെങ്കിൽ ചേർക്കാം. 12 PM. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവുമോ? എങ്ങനെയാ ചോദിക്കാം?
ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവുമോ? വിൽ യു ഹാവ് ഹാഡ്. നമ്മൾ ഈറ്റ് എന്നതിനേക്കാൾ ഹാഡ് ആണ് ഉപയോഗിക്കുക കേട്ടോ. അതിൻ്റെ ഹാവിൻ്റെ ഹാവ് എന്ന് വെച്ചാൽ കഴിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, അതിൻ്റെ V3 ഫോം ഹാഡ്. വിൽ യു ഹാവ് ഹാഡ് യുവർ ഡിന്നർ ബിഫോർ വി അറൈവ്. അവിടെ നമ്മൾ അറൈവ് എന്ന് ഉപയോഗിക്കണം, അറൈവ്ഡ് എന്ന് ഉപയോഗിക്കരുത്. നേരത്തെ എവിടെയോ ഞാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിട്ടൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്യാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടാവുമോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാ പറയാം? വിൽ ദ ട്രെയിൻ ഹാവ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ നേരത്തെ പറഞ്ഞ ഇവിടെ ബിഫോർ വി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ അല്ല വേണ്ടത്, റീച്ച് ആണ് കേട്ടോ. ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, അത് വിൽ ഹാവിൻ്റെ കൂടുതൽ യൂസേജിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കുവാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.